ഹലോ, എല്ലാവർക്കും നമസ്കാരം. നാട്ടിലായില്ലത് ഇന്നില്ലേ. ഇന്ന് എനക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നെൻ്റെ ഹാപ്പി ബർത്ത്ഡേയാണ്. ബർത്ത്ഡേൻ്റെ പുതിയ കുപ്പായം കണ്ടേ. ഇതാണിങ്ങനെ എലാസ്റ്റിക് ഇല്ലേ, ഇങ്ങനെയുള്ളൊരു കുപ്പായം. വൃത്തിയുണ്ടാ സ്റ്റൈലിൻ കുപ്പായം. ഇതാണ് ബർത്ത്ഡേൻ്റെ ഡ്രസ്സ്. അപ്പോൾ നമ്മൾ എത്ര വയസ്സായാലും നമുക്കിഷ്ടമുള്ള ഡ്രസ്സെല്ലാം ഇടാം. എനിക്കെപ്പോഴും ഇങ്ങനെ കഴുത്ത് മേലോട്ടുള്ള ഡ്രസ്സ് ഇഷ്ടം. പിന്നെ പിറന്നാൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനെപ്പോഴും എൻ്റെ പിറന്നാൾ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയില്ല സമയത്ത് ക്ലാസ്സിൽ കുട്ടികളും പിറന്നാളെന്ന് പറയുമ്പോൾ ഞാൻ അമ്മയോട് വന്നേക്കും ഏതാ എൻ്റെ പിറന്നാൾ ഏതാ കൊല്ലം അങ്ങനെ ചോദിച്ച് ഒരു ബുദ്ധി വന്ന കാലത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ തന്നെ അമ്പലത്തിൽ പോവും. തളിപ്പറമ്പിൽ ശിവൻ്റെ അമ്പലത്തിൽ പോവാം. കൃഷ്ണൻ്റെ അടുത്തും പോകും തിരുച്ചമ്പലത്ത്. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫ്രണ്ട്സിന് മുട്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ മേടിക്കും. വീട്ടിൽ നിന്ന് എൻ്റെ മേടിച്ചിട്ട് എല്ലാവർക്കും മുട്ടായി കൊടുക്കും. പിന്നെ വീട്ടിലില്ല ഏതാണെന്ന് പുതിയ ഡ്രസ്സ് എന്ന് വെച്ചാൽ അത് ഇട്ടിട്ട് പോകും. അപ്പോൾ യൂണിഫോം ഇടുന്നുണ്ട് ആൾക്കാർക്ക് ഇത് പുതിയതാണെന്നോ പഴയതാണെന്നോ ഒന്നും അറിയില്ല. ചിലപ്പോൾ 1-2 പ്രാവശ്യം ഇട്ട ഡ്രസ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ആ സമയത്ത് അത്രയല്ലേ ബുദ്ധിയും ബോധമല്ലോ. അന്നേരം പറയും, എല്ലാവരും ചോദിക്കും ബർത്ത്ഡേൻ്റെ പുതിയ ഡ്രസ്സാണോന്ന്. ഞാൻ പറഞ്ഞാൽ ആ പുതിയ ഡ്രസ്സാണ്. അന്നത്തെ കാലത്ത് എനിക്ക് മാത്രമല്ല മിക്കവാറും കുട്ടികൾക്കൊന്നും അങ്ങനെ ബർത്ത്ഡേ ഡ്രസ്സ് എടുത്തു കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. 1980s ജനിച്ചവരിക്കാരെ അതിന് മുന്നേ ജനിച്ചവരിക്കും വീട്ടിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആരെങ്കിലും പിറന്നാളിന് ഡ്രസ്സ് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ കുറേ വലുതായി കോളേജിൽ ആയ സമയത്ത് ഏട്ടനല്ല എനിക്ക് പിറന്നാളിന് എന്നെ കൂട്ടിയിട്ട് പോയിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല ചുരിദാറെല്ലാം വാങ്ങിത്തരലുണ്ട്. ഇന്ന് വണ്ടി വന്ന് ഓട്ടോ ഇതുവരെ വരും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പോകുമെന്ന് ചെരുപ്പിട്ടിട്ട് ഇതാ ഓട്ടോ കേട്ടോ. മുറ്റത്തോരെ വരും പെയിൻ്റ് അടിക്കുന്നതുകൊണ്ട് എല്ലാം പരക്കിയിട്ട് പോയി. ഉണ്ട് മേലെ പണി എടുക്കുന്നുണ്ട് കൊണ്ട് കൂട്ടുന്നില്ല, പണി കഴിഞ്ഞിട്ടില്ല. എൻ്റെ മറ്റേ ഫോൺ എടുത്തിനാ? ആ വേണ്ട, ഇവിടെയല്ലേ വരില്ലേ. എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. ഇത് കാണിക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അവരവരെ ഇഷ്ടങ്ങൾ ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അവരെ പിറന്നാളിനൊക്കെ ഒരു പുതിയ ഡ്രസ്സ് ഇടണം, അമ്പലത്തിൽ പോകണം, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിരിക്കും. പക്ഷേ അത് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് അവർ മാറ്റി വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇനിയെങ്കിലും എൻ്റെ ആ ഏജിലുള്ള ഒരാളോടെങ്കിലും എനിക്ക് പറയാമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്താഗതി ഏകദേശം ഒരുപോലെ ആയിരിക്കുമല്ലോ. അല്ലാത്തവരോടും പറയാൻ നമ്മളെക്കാളും മുതിർന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു ഇത് അത്രയും നമുക്ക് ആയില്ല എന്നുള്ളൊരു ഇതില്ലോണ്ട് അങ്ങനെ പറയുന്നില്ല. നമ്മൾ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരോടെങ്കിലും ഞാൻ പറയുന്നു, പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് അത്ര വലിയ ചിലവും കാര്യങ്ങളും ഇല്ല കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അന്നത്തെ ദിവസം നമ്മളെ പിറന്നാൾ ദിവസങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മോട്ടിവേഷൻ ചില ആൾക്കാർക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നതാണ്. അല്ലാണ്ട് വേറെ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല എന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ അമ്പലത്തിൽ പോയി വന്നതാണ്. പുതിയ ഡ്രസ്സാ? ആരാ മേടിച്ചത് നീ? പുതിയ ഡ്രസ്സ് ആരാ മേടിച്ചത് നീ? ഇത് ശ്രീകണ്ഠാപുരത്തുള്ള മടപ്പുരയാണ്, മുത്തപ്പൻ്റെ മടപ്പുര. അപ്പോൾ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് അവിടുത്തെ ഉച്ചഭക്ഷണവും കഴിച്ചിട്ട്, അതാണ് ഞാൻ പിറന്നാൾ സദ്യ എന്ന് പറയുന്നത്. ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു.